പോവാം. നമുക്ക് സ്വന്തം വിടും. വീട്ടിലേക്ക് കുറച്ച് ഇതാണ് പിച്ച കാന്താരിമുളക്. ഇതെൻ്റെ 200 ചീത്തായി. ഇത് നമ്മളെ വീട്ടിൽ പാഷൻ ഫ്രൂട്ട്. ഞാനിപ്പോൾ ചുവൽക്കെട്ടായതുകൊണ്ട് പാഷൻ ഫ്രൂട്ട് കഴിക്കും. പാഷൻ ഫ്രൂട്ട് പഞ്ചാര ഇട്ടല്ലേ കുടിക്കണം, അതുകൊണ്ട് ഇപ്പോൾ കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ അവൾ പറഞ്ഞു നീ കഴിക്കുന്നതിനെ കൊണ്ടോ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു. പോവാം നമുക്ക്. ലെറ്റ്സ് ഗോ. എൻ്റെ അച്ഛൻ്റെ ഹെൽമെറ്റും എടുത്തു, അമ്മയുടെ ഹെൽമെറ്റും എൻ്റെ കയ്യിലുണ്ട്. ഇനി നേരെ എൻ്റെ വീട്ടിൽ അവിടെ ചെന്നിട്ട് ചേച്ചിയെ വിളിച്ചിട്ട് ചേട്ടൻ വരുന്നു 21 മതിയോ? ചേട്ടൻ 20 വരുന്നു. അതുകൊണ്ട് ചേച്ചി എൻ്റെ കാലേ എന്റെ കാല് കട്ട് എന്റെ ഹെൽമറ്റ് ഒരുക്കിയിട്ട് പൊട്ടിച്ച്. അയ്യോ ഒരിക്കൽ പൊട്ടിച്ച്, ഗ്ലാസ് പൊട്ടിച്ച്. ഈ ഹെൽമെറ്റ് ആവശ്യമില്ല, ഞാൻ ഹെൽമെറ്റ് വാങ്ങിച്ചു ഗ്ലാസ്സിന് കേട്ടാ. ഈ പുളിയുണ്ട് ആ കല്ലമ്പത്ത് ഫ്രൂട്ട്സ് കടയിൽ ഇരുന്നതാണ്. നമ്മളങ്ങനെ ഞാൻ അപ്പം എൻ്റെ ചോദിച്ചേ, അപ്പോഴത്തേക്ക് പറഞ്ഞ് കഴിക്കുന്നതാണ്, നല്ല മധുരമുള്ളതാന്ന് പറഞ്ഞു. എല്ലിനപ്പം പുളി വേണമെന്ന്. അവർക്ക് എന്തിനാ ഉപയോഗം പോലും അറിയത്തില്ല, പക്ഷെ അവർക്ക് പുളി വേണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പുളിയൊന്നും വാങ്ങിച്ചില്ല, നമ്മൾ പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി. അവിടെ നിന്ന് അച്ഛനെ വാട്ടർമെലാണ് കൊള്ളാവല്ലേ നോക്കിട്ട്. ഈ വാട്ടർമെലൻ കട്ട് ചെയ്യുമ്പോഴേക്ക് ഇതിനകത്ത് ടപ്പയാണ്. വീട്ടിൽ എത്തിയിട്ട് ഞാൻ കൊണ്ടുവന്ന വാട്ടർമെലൻ കട്ട് ചെയ്ത് നോക്കിയാണ്. വാട്ടർമെലൻ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നെഞ്ചിനകത്ത് ഒരു പെടാടെ പൊടാനകത്ത് പച്ചയാടാ അഴിക്കയാടാന്ന് അറിയാൻ വേണ്ടി കട്ട് ചെയ്ത് നോക്കട്ടെ. ദൈവമേ നല്ലതായിരിക്കണേ ഈശ്വരാ. അയ്യോ എനിക്കിത് കട്ട് ചെയ്യാൻ ഭയങ്കര ടെൻഷനാണ്. അയ്യോ നല്ലതായിരിക്കണേ. അയ്യോ 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 വച്ചാസേ നോക്കടി ചക്കോ. നല്ല പഴുത്തില്ലടി, നല്ല പഴുത്തില്ലടി. അയ്യോ എനിക്ക് പഴുക്കുള്ള ചക്കേ. ഇതേ നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാം. നമ്മളെ ചതച്ചു ഗൈസ്. ഈ വാട്ടർമെലൻ നോക്ക് പച്ച. ഇപ്പൊ പൊതുവെ വാങ്ങാൻ വാട്ടർമെലൻ, പക്ഷെ ഞാൻ ഇടയ്ക്ക് ദിവസം വീട്ടിൽ നിന്ന് വാങ്ങിച്ചത് നല്ലതായിരുന്നു കേട്ടോ. അത് നല്ല മധുരം ചതച്ച്. വീട്ടിൽ വരുന്നോണ്ട് അവിടത്തെ കാപ്പിയും കുടിക്കാതെ വന്ന് ഇവിടെ വന്നപ്പോ ഒരു കുന്തവും ഇല്ല, പഴം പുഴുങ്ങി തിന്നു. എന്ത് ഗതികെട്ടവനാണ് നോക്കിയത്. പിന്നെ സോജി ബിരിയാണി വാങ്ങിച്ചു വരുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വരുവാണ്. മാറ്റിയടി സോജി ബിരിയാണി വാങ്ങിച്ചു പറയുന്നുണ്ട്. ആ പ്രതീക്ഷയുടെ എന്റെ വിശപ്പ് എനിക്ക് സഹിക്കാൻ വയ്യ. എനിക്ക് വിശന്നിട്ട് ഒരു പഴം തിന്നെടുത്ത് രാവിലെ വീട്ടിൽ നല്ല ദോശയും ചമ്മതി ഉണ്ടായിട്ടാണ് ഇച്ചിരി ഞാൻ കഴിക്കാതെ വന്നത്. ഇവിടെ ദോശ ഉരുളക്കം കറിയായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് തിന്നാത്. ഇവിടെ വന്നപ്പോ അവര് പാത്രം കടി കഴിച്ചിരിക്കും. അല്ലെങ്കിൽ എന്നും ഇവിടെ കാപ്പി വൈകുന്നേരം വരെ അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് അടിക്കുന്നതാണ്. ഇന്ന് നോക്കണം കാപ്പി ഇല്ല. ചങ്ക നേരത്തെ നാളെ കാപ്പിയില്ലാത്ത ആനവയൽ അമ്പഴക പോലെ അവള് മൊത്തം ഒറ്റ ഓറഞ്ചാ വേണ്ട. നീ എന്തിനാ നേരത്തെ ഉറപ്പായിട്ടത്? എനിക്ക് കാപ്പി കിട്ടിപ്പോയാല്. നമ്മള് വരുമ്പോഴത്തേക്ക് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് റെഡിയായി നിൽക്കുന്നെന്ന് പറഞ്ഞ പോലാണേ. നിങ്ങൾ ഇതുവരെ ഇറങ്ങിയില്ലേ? ഇതുവരെ അറിയില്ല. അപ്പൊ വിളിച്ചിട്ട് റെഡിയായി. റെഡി ആയിക്കായിരുന്നു. ഇവിടെ വന്നപ്പോ അവിടെ തുണി അടിക്കുമ്പോഴേക്ക് വെക്കണതേ ഉള്ളൂ. ഇനി എപ്പോഴാണ് പോയിട്ടാണ് തിരിച്ചു വരുന്നത്? റെഡി ആയിരിക്കണം. ഇപ്പൊ ഊരിയിട്ട് തന്നത്. ഇനി എപ്പോഴും ഒരു എന്തോ അല്ല അവരെ അവിടെ പണി തുടങ്ങി. നല്ല ഗ്രേസ് കഴിക്കണം. ഇപ്പൊ എല്ലാവരും നാളെ ജലദോഷത്തിനാണ് ഗ്രേസ് കഴിച്ചിട്ട്. 300 വട്ടം കൂടിയത് ഗ്രേപ്സ് കഴിക്കുന്നത്. നാളത്തെ ജലദോഷത്തിനാണ്. ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു. കൊള്ളാവോ? കൊള്ളത്തില്ലേ? ഞാൻ ഷുഗർ കട്ടാണ്. എന്നാലും ഇതുപോലെ കുടിച്ചു നോക്കട്ടെ. എന്തോ ചെയ്തിട്ടുണ്ടല്ലോ ചില പൊടിക്കൈകളെ
കൊള്ളാടി. ശംഖു അങ്ങനെ ജ്യൂസിൽ വിജയിച്ചിരിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും കൊടുക്കുന്നതായിരിക്കും. ഒരു മണി കഴിയട്ടെ, സെറ്റാകട്ടെ വേറെ. എന്നിട്ട് അവാർഡ് തീരുമാനിക്കാം. ഞാൻ കുടിച്ചടി, ഞാൻ വിത്തൗട്ട് ഷുഗർ ഒന്നും വരച്ച് നന്ദി. ഇനി സാമമ്മ കുടിച്ചിട്ട് അഭിപ്രായം പറയേണ്ടതാണ്. ജ്യൂസിന്റെ റിവ്യൂ പറ. രാവിലെ 9 മണിയായിട്ട് റെഡി ആവുന്നവളാണ്. അമ്മ അടുത്ത് 10 മണിക്ക് എത്തണേ, നമ്മള് 11 മണിക്ക് എത്തണേന്ന് പറയും. നമ്മള് 11 മണിക്ക് എത്തി. ഇപ്പൊ സമയം കണ്ട 12:10. ഇനി എപ്പോഴാണ് എവിടെ വിളിച്ചോണ്ട് അങ്ങ് പോണത്? ആ വാ, കൊറേ നേരം ഈ പറച്ചിട്ട് പോവാ. ലെറ്റ്സ് ഗോ. ഇന്നോട്ടേ പഞ്ചസാര കഴിക്കും. കുറഞ്ഞില്ലേ ഇന്നോട്ട് പഞ്ചസാര കഴിക്കും. ഞാൻ ഇന്ന് ഇപ്പൊ 18 ഞാൻ 1-ാം തീയതി തൊട്ട് 18-ാം തീയതി വരെ പഞ്ചസാര ഒടിച്ചിട്ടില്ല. ഇന്ന് വെയിറ്റ് കുറഞ്ഞില്ലെങ്കിൽ എനിക്ക് 65 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. ഇതിന്ന് ഒരു 2 കിലോയിലും കുറഞ്ഞില്ലെങ്കിൽ 2 കിലോയിൽ എനിക്ക് കുറഞ്ഞില്ലെങ്കിൽ അസേ ഇന്ന് തൊട്ട് ജ്യൂസ് കുടിക്കാൻ പോവാണ്. എന്ന് പോകലേട്ടാ, ഇന്നത്തെ വെയിറ്റ് നോക്കിട്ട് ചേച്ചി ഞാൻ കേറിട്ട് ഭഗവാനെ ഇന്ന് കുറഞ്ഞില്ലെങ്കിൽ ഇന്ന് തൊട്ട് പഞ്ചസാര കഴിക്കും. എന്റെ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. എനിക്ക് 65 കിലോ ഉണ്ടായിരുന്നു. മുട്ടടിക്കൂലേ നീ 2 മാസത്തിൽ കുറച്ചില്ലെങ്കിൽ? ഇല്ല, നിന്റെ ഇല്ല, നമ്പർ ഇല്ല ഇതിനകത്ത്. ഇത് 100 വരെ ഞാനുമേ കളിയാണ്. പിടിച്ച് കറക്റ്റ് വെക്കുന്ന 5 കിലോ കുറഞ്ഞോ? 5 കിലോ കുറയോ? നിന്റെ വെയിറ്റുള്ള നമ്പർ ഇല്ല ഇതിനകത്ത്. 510. ഹലോ, ഞാൻ 58 ആയിരുന്നു. ഇപ്പൊ 2 55, 56, 57. എടി ഇത് 50, 54. അപ്പോഴേക്ക് ഇനി നിങ്ങളത് വിഷയം പൊട്ടി. അയ്യോ 210 പണിയെടുത്തോളൂ. എന്റെ 3 കിലോ കൂടുതലേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോർക്കട്ട് കണ്ടിന്യൂ ചെയ്യണോ? 5 കിലോ പറഞ്ഞു കണ്ടിന്യൂ ചെയ്യണം. 2 മാസം കഴിഞ്ഞാൽ മുട്ടടിക്കാനാണ് നോക്കി കേട്ടാ. എത്രയാണ് ലിമിറ്റ്? എത്രയാണ്? എനിക്ക് 65 കിലോ ഉണ്ടായിരുന്നു. എനിക്ക് ഒരു 58, അല്ല എനിക്കൊരു 50, എനിക്ക് 56 മതി. എനിക്ക് എത്ര സെന്റിമീറ്റർ പൊക്കോണ്ട്? എനിക്ക് 100, എനിക്ക് 58 കിലോ, അല്ലല്ല എനിക്ക് 158 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ എനിക്ക് 58 കിലോ വെയിറ്റ് വരും. അപ്പൊ ഇനി 60. 2 കിലോ കുറച്ചാൽ മതി കേട്ടോ. 2 കിലോ കുറച്ചാൽ മതി എനിക്ക്. നോക്കട്ടെ, ഞാൻ നോക്കട്ടെ, കണ്ണാടി നോക്കട്ടെ, എന്നാൽ എനിക്ക് സമാധാനം വരുള്ളൂ. പക്ഷെ കണ്ടിട്ട് തോന്നുന്നതൊന്നുമില്ലടേ. അതാണ് ഈ ചുരിദാർ മൈക്ക്. ഔഷധങ്ങളുള്ള സാധനമാണ്, കുടിക്കണം. പോവാ. ഗംഗാജലമാണ്.
ആ കാശിയെ തന്നെ അഭിപ്രായം. കാശി കണ്ടായിരുന്നു. ഞാൻ അങ്ങനെ 18 ദിവസങ്ങൾക്ക് ശേഷം ഇന്നൊരു ജ്യൂസ് കുടിച്ചിരിക്കുകയാണ്. ശംഖു ഉണ്ടാക്കിയ ഇനിയാണ് നല്ലൊരു അഭിപ്രായം. 2 വാക്ക് പറ ജ്യൂസിനെ കുറിച്ച്. അതേപോലെ പറയണ്ട. ഡയലോഗ് സൂപ്പർ. വന്നപ്പോ ഇത്രയും വേഗമൊന്നുമില്ല ചേച്ചി. 10 ദിവസത്തേക്ക് കണ്ട് ചേട്ടൻ വന്നെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധന സാമഗ്രികൾ എല്ലാം പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ഇനി ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. വന്നപ്പോ സഞ്ജീവ് നോക്കിയാണ് വന്നത്. അതാണ് എന്റെ കൊച്ചുങ്ങളെ കൊണ്ട് മാത്രമേ വന്നു. പോകാൻ വേണ്ടി ഇത്രയും ലഗേജ് എന്തരാണെന്ന് അറിഞ്ഞൂടാ. എടേ 10 ദിവസം അത് തന്നെ. ഈ 10 ദിവസം അവന്മാർ സ്കൂളിൽ പോണില്ലല്ലോ. വേറൊരു കാര്യം, ചേട്ടൻ എന്തിനാണ് വരണമെന്ന് ചേട്ടൻ വരുമ്പോ ചോദിക്കണം. സുബിന്റെ കല്യാണമായിട്ട് സുബിൻ വന്നില്ല. അല്ല, സുബിന്റെ കല്യാണം എന്ന് പറഞ്ഞിട്ട് പോലും ചേട്ടന് 10 ദിവസം ലീവ് കിട്ടിയില്ല. ഇത് അതെ, കല്യാണത്തിനേക്കാൾ മുകളിലാണ് നേതാജിപുരത്തെ ക്ലബിന്റെ വാർഷികത്തിന് വേണ്ടിയാണ് 10 ദിവസത്തെ ലീവ് എടുത്ത് ആ മനുഷ്യൻ വരുന്നത്. നിനക്കൊന്നും പറയല്ലേ? എവിടെ എന്തോ പറയണി. അതാ എയർ ഫ്രഷർ സഹിതം. ഇന്നലെ അതുകൊണ്ട് രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ സാധിച്ച് അവിടെ പോയി ബംഗാളികളെ പോലെ പോയി പണിയെടുത്ത്. കാരണം വീട് കാടും പിടിച്ച് പുല്ലുമായിട്ട് കിടക്കണം. ഇന്നലെ പോയി എല്ലാം ചെത്തിപ്പറിക്കും. നമ്മൾ ചെല്ലുമ്പോ സാധിച്ച് വൃത്തിയാക്കിയ വീട് എത്രത്തോളം വൃത്തിയായി എന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ മക്കൾ ഇന്നത്തെ പണിയെ പറ്റി നമ്മൾ ഈ കാറിലാണ് ഇനി പോകുന്നത്. കാർ ഡ്രൈവർ തോന്നിക്കുന്നത്. ഈ കാർ എടുത്തുകൊണ്ട് നേരെ നമ്മൾ പോത്തങ്കോടോട്ട് പോവാണ്. ക്യാച്ച്. ഓക്കെ, റിവേഴ്സ് എടുത്ത് വണ്ടി പോട്ടെ. റിവേഴ്സ് എടുത്ത് വണ്ടി പോകാൻ 4 വർഷം കട്ട. എന്റെ അമ്മേ, നീക്ക് കട്ടേക്കാള് പറക്കട്ട്. എന്റെ കുമ്പളങ്ങ വെച്ചാലും അടെ ഏതാ സിനിമയില് വണ്ടി ആദ്യമായിട്ട് ഇറക്കാൻ നേരത്തെ നാരങ്ങ കിട്ടാത്തോണ്ട് മറ്റേ ഫെംബ്ലീസ് എടുത്ത് വയ്ക്കും. വീട്ടിൽ പോണത് അത് 10 ദിവസം കൊണ്ട് വിറവ് സഹിതമുള്ള തീപ്പെട്ടി ഉണ്ടോ? തീപ്പെട്ടി ഉണ്ടാ കൊണ്ടോ? പപ്പാണ്ട ലെവല് പിടിച്ച് അളവ് പിടിച്ച് വെട്ടിക്കൊടുത്തിട്ട് വിറവാണ്. കണ്ട ചന്ദ്രത്തടിയാണ് ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകാൻ ചുള്ളിക്കപ്പം പറകൊണ്ട് പോവുകയാണ്. കൊണ്ട് ഡിക്കി ഇറക്ക്. ഇവിടെ നല്ല ചരുവ ഉരുളി സ്പൂണ് കഴിഞ്ഞ് അവള് കൊണ്ടുപോയി. എടാ തുറക്കണമെന്ന് അറിഞ്ഞൂടെ. തുറന്നു ലോക്ക്. ഓക്കെ, വിറവ് ഉരുളി ചരുവം തിരിച്ചു വരുമ്പോ വിറവിന്റെ ബാക്കി കൊണ്ടുവരണേ. എല്ലായാ തീപ്പെട്ടി എടുത്താ അന്നെ അങ്ങോട്ട് പോകുമ്പോ കുടിക്കാനുള്ള വെള്ളം വാങ്ങിച്ചിട്ട് ഓടുന്നു. മിനറൽ വാട്ടർ ചോക്കി വാങ്ങിച്ചിട്ട് വരാം. ഞാൻ കുടിക്കാനുള്ള 10 ദിവസത്തേക്കുള്ള വെള്ളം വേണോന്ന്. കിട്ടും 5 ലിറ്റർ വേണോ 10 ലിറ്റർ വേണോ എത്ര ലിറ്റർ വെള്ളം വേണേ കിട്ടും. ഓക്കെ, എല്ലാം എടുത്ത് വീട്ടിൽ നമ്മളെ ഇറങ്ങിയ ഏലാപ്പുറത്താറായി. അതിനടുപ്പിക്കത്തിലുള്ള വിറവ് സഹിതം എടുത്ത്. പക്ഷെ നമ്മൾ എന്തെടുത്തില്ല, വീട് തുറന്നു കയറാനുള്ള ചാവി എടുത്തിട്ടില്ല. ഇപ്പൊ നമ്മള് തിരിച്ച് വീട്ടിലോട്ട് വീണ്ടും പോവുകയാണ്. ഇപ്പൊ അമ്മേനെ വരക്കണം അത്രയ്ക്ക് ചാവി. അവളെ വിളിച്ചു പറ ചാവി എടുത്തിട്ടില്ല. ഞാൻ വിചാരിച്ച നമുക്കൊണ്ടിരിക്കണം മറവിന്ന്. പക്ഷെ നമ്മക്കല്ല മറവി, ഇത് അതുക്കും മേലെയാണ്. ഇല്ല, ഇനി വേറെ വല്ലതും ഉണ്ടാ?
ശശാങ്കു എന്റെ ബാഗിന്റെ അത് ചെറിയ അറയില് ചാവി ഇരിപ്പുണ്ട് ബാഗ് എടുത്താ ബാഗാണ് എടുക്കാതായിരുന്നത്. ബാഗ് എടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ല. അതാണ്. ഇനി വേറെ എല്ലാം ഉണ്ടടി? ചാവി ഈ ഫ്രണ്ട് ഡോർ കൂടി അത് മാത്രമേ ഉള്ള? ഫ്രണ്ട് ഡോർ മുറിയിലിരുന്നു. സന്തോഷം. നമ്മളെന്താ തിരിച്ചു പോയിട്ട് വരെയും ചെയ്തു. ബാഗ് തൂക്കാൻ വേണ്ട. ദേ പോയി ഇതാ വന്ന്. ബാഗ് എടുക്കാൻ വേണ്ടാണ് ഞാൻ. ഒരുപാട് വഴി കട്ടാരമുള്ളാണോ എന്തോ കേറിയാൻ തോന്നുന്നത്. കട്ടാരമുള്ള അത് അതിന്റെ അപ്പുറത്തെ മടിച്ചു. എവിടെ? അതതിന്റെ അപ്പുറത്തെ മടിച്ചു. അവർക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ വയ്യത്. കണ്ടടി എല്ലാം നമ്മൾ ഓർത്ത് ചായ മാത്രം എടുത്തില്ല കടയില്. അപ്പൊ പിന്നെ ഭയങ്കര വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. നീ എന്റെ ഒരു ദിവസം വന്നത്? ഞാൻ വന്നിട്ടുണ്ട് തോന്നുന്നു. പോയി ഒരു പ്രാവശ്യം പോയി. അപ്പുറ സൈഡാണ്. ഈ താഴത്തെ ആ വഴിയാണ്. ഒരു പ്രാവശ്യം ചേട്ടൻ നമ്മളെല്ലാരും കൊണ്ട് കൊണ്ടുപോയി. എന്തൊരു പേരെന്ന് പറഞ്ഞൂട്. പേരില്ല പറയണ്. മഞ്ഞുമലയാണോ തോന്നുന്നു. നല്ല വ്യൂ ഒക്കെ ഉണ്ട്. കാടാണെങ്കിലും റോഡ് ഉള്ളിലെങ്കിലും ലക്ഷം വന്നിട്ട് ഒരു ഇവിടുത്തെ റോഡ് ശരിയാക്കില്ലെന്ന് തോന്നുന്നു അല്ലേ? രാഷ്ട്രീയക്കാരെ തല്ലി കൊല്ലുക അല്ല മംഗലൂർ റോഡ് എത്ര സൂപ്പറാക്കി. ഇത് കണ്ട നമ്മളൊരു ഗുഹയ്ക്കൂടെ പോകണമെന്നാണ് തോന്നുന്നത്. പാറ കാണാൻ പറ്റുമോ? ഇനി കാണാൻ പറ്റത്തില്ല തോന്നല്ലേ? അതായിരുന്നു നല്ല വ്യൂ. അവിടെ ഒരു നല്ല വ്യൂ. ഞാൻ വിചാരിച്ചു നമ്മളവിടെയാണ് ഹൈ റേഞ്ച് എന്ന്. നമ്മുടെ ചെറിയ ഹൈ റേഞ്ച് ആണ്. ഇതാണ് ഹെവി ഹൈ റേഞ്ച് ഇല്ലേ? അയ്യോ 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 നമ്മളെ സിറ്റിയാണ്. മോത്തങ്കോട് നേതാജിപുരം എന്നൊക്കെ പേക്കാൻ നല്ല സ്ഥലമാണ് പേരെടുത്ത്. പക്ഷേ സ്ഥലവും വഴിയൊക്കെ നോക്കിയാണ് ഇതൊക്കെ. റോഡ് വെട്ടി കണ്ടുപിടിച്ചാണ് സംഭവിക്കുന്നത്. ഈ ക്ലബിന്റെ വാർഷികത്തിന് വേണ്ടിയാണ് ചേട്ടൻ പറഞ്ഞത് ഈ ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നത്. ഈ ക്ലബിന്റെയാണ്. ക്ലബ് എവിടെയെന്ന് കാണിച്ചു വരുവാണേ സോഞ്ച്. ഇവിടെ എന്താണ് ഈ താഴെ? ഓ താഴെ ഇവിടെയാണ് കബഡി ടൂർണമെന്റ് വെക്കുന്ന സ്ഥലം. ഇവിടെ കാണിച്ചു കൊടുക്കട്ടെ. അത് ചെടിയുടെ ഇടയിൽ കൊണ്ടൊന്നും എങ്ങനെ കാണും? എന്താ ആ പിള്ളേന്മാർ വൃത്തിയാക്കുന്ന സ്ഥലമാണ് കബഡി ടൂർണമെന്റ് ചെയ്യാൻ പോണത് ക്ലബിന്റേതായിട്ട്. ഈ ക്ലബിന്റെ വാർഷികത്തിലാണ് അങ്ങ് ദുബായിന്ന് 10 ദിവസത്തെ ലീവ് എടുത്ത് ചേട്ടൻ വരുന്നത്. ഇവിടെ തൊട്ടേ ലൈറ്റ് ഒക്കെ ഉണ്ട്. ലൈറ്റ് പക്ഷെ നമ്മള് പകൽ വന്നോണ്ട് വെട്ടമൊന്നും ഇട്ടിട്ടില്ല. എന്താ 50 ദിവസം കിട്ടുക അല്ല റിബൺ നേരെ നല്ല ലൈറ്റ് ഉണ്ടേ. നമ്മളെ വിളിക്കോ ക്ലബിന്റെ വാർഷികത്തിന്? ഏത് ദിവസമാണ്? ഞായറാഴ്ചയാണ്. അതിന് ലാസ്റ്റ് ദിവസം ഞായറാഴ്ചയാണ്. എവിടെ ക്ലബ്? ഇതാണ് ക്ലബ്. എടി എന്ന് ഞായറാഴ്ച ദിവസമാണോടി? അപ്പൊ ഞായറാഴ്ച നമ്മള് വരാം കേട്ടാ. ഇവിടെ വരെ ലൈറ്റ് ഉണ്ട്. ഇതാണ് ഹൈ റേഞ്ച് സോഞ്ചിന്റെ വീട്. പോത്തങ്കോട് നേതാജിപുരം എന്ന് പറയും. വസ്തു വിൽപ്പന. ഇടന്നാ കുത്തിറക്കം ഇറങ്ങി താഴോട്ട് ഇറങ്ങണേ വഴി. അവിടെ വരെ വഴി ഇറങ്ങിയാൽ മതി. ഇങ്ങോട്ടായിരുന്നല്ലേ? ഇതിന് രാഘവനാ? രാഘവമംഗലം ശ്രീലക്ഷ്മി. അയ്യോ സോറി. ആൾക്കാർ വീട്ടിൽ ചോദിക്കും വീടാണോ? ഈ വഴിയൊക്കെ അങ്ങനെയൊക്കെ അറിയട്ടെ. അതിന്റെ സൈഡിൽ തോടൊക്കെ ഉണ്ട്. ഒരു അപ്പവും കുളിക്കണ്ട. സൈഡ് കാണിക്കണ്ട. ഇവിടെ തോടൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഈ തോടിന്റെ ഒക്കെ സൈഡിൽ കൂടെയാണ് സോഞ്ചി പോകുന്നത്. ഇവിടെ ഈറ്റയൊക്കെ ഉണ്ട്. ഇത് ഈറ്റയല്ലേ? ഈറ സോറി. എന്തുവാ എന്റെ അടുത്ത് തെറ്റിക്ക് വേണ്ടി. ഇവിടെ തോടുണ്ടത്. ഇപ്പൊ തോട ഏത് പുല്ല് എന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. സോഞ്ചിനെ കൈകെട്ടി കുളിയെന്നൊക്കെ പറയുന്നത്. ഇനി നേരെ സോഞ്ചി വീട്ടിലെത്താറായിട്ടുണ്ട്. ഇവിടെ നമ്മളെത്തി. നന്ദം ഈ കുറ്റിക്കാട്ടിൽ കൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഇവിടെ സിറ്റി എന്നാണ് ചേട്ടൻ പൊതുവെ പറയുന്നത്. നമ്മൾ പോകുന്നത് ഈ കാട്ടിന്റെ അകത്തൂടെ ഗുഹയ്ക്കകത്തൂടെ പോകണം പോണത്. ചേട്ടൻ പറഞ്ഞ ചേട്ടന്റെ സിറ്റി എന്നാണ്. നേതാജിപുരം എത്തി. ഇതോ ആ പിങ്ക് കളർ പെയിന്റ് അടിച്ച
ഈ വീടാണ്. ഇതൊരു ക്ഷേത്രമാണ് കേട്ടോ. ഇതിന് മണ്ടയിലോട്ട് ഇതാണ് വീട്. ഈ പേര നിൽക്കുന്നതിന്റെ ഫ്രണ്ടിൽ കാണുന്നതാണ് വീട്. വീട് കാണിച്ചു കൊടുക്കട്ടെ. വേണ്ട, നമുക്കിവിടെ ഈ വീടാണ് ഇന്നലെ സോഞ്ച് വൃത്തിയാക്കി എന്ന് പറഞ്ഞത്. നമുക്ക് ചെന്ന് നോക്കാം വൃത്തിയായ വീട് എങ്ങനെ ഉണ്ടെന്നുള്ളത്. 2 വർഷമായിട്ട് അടച്ചു. അവിടെ ജനൽ തുറന്ന് നടക്കണേടിയതുകൊണ്ടേ 2 വർഷം ഓടി അടച്ചിട്ടിട്ട് 1.5 വർഷം കഴിഞ്ഞപ്പോഴാണ് അവള് വീണ്ടും എത്തുന്നത്. ഓ ഉണ്ട്. അതാ വണ്ടി ഓടിക്കുന്നത്. വന്നോ. ഓക്കെ. നേരെ വന്നോ. ഓക്കെ. ഓക്കെ സെറ്റ്. മതി. നീ ദൂരെ പൊളിച്ച നമ്മളങ്ങനെ കുടിവെള്ളവും പഴംപൊരിയും ഇതിലത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ദാണ്ടെ വീട്ടിലേക്ക് 5 ലിറ്റർ വെള്ളവും വാങ്ങിച്ചിട്ടുണ്ട്. ഒരാൾ 5 ലിറ്റർ വെള്ളം കാണാൻ 5 ലിറ്ററിന്റെ 2 ക്യാനും വാങ്ങിച്ചിട്ടുണ്ട്. കുടിക്കാനുള്ള വെള്ള സൈഡുകൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് 5 ലിറ്റർ ഇല്ലെന്ന് ഞാൻ കൈ കൊടുത്ത്. അപ്പോഴത്തേക്ക് 5 ലിറ്റർ ഉണ്ടെന്ന്. നമ്മൾ വീട്ടിലോട്ട് കയറി. സോഞ്ചാണ് ഇന്നലെ ഇവിടെ വൃത്തിയാക്കിയെന്നൊക്കെ പറഞ്ഞു. കണ്ടിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. ബംഗാളി പണിയെടുത്തെന്നൊക്കെയാണ് പറഞ്ഞത്. ചേട്ടന്റെ ബൈക്ക് ഇതായിരിക്കുന്നു. ബൈക്ക് വീട്ടിനകത്ത് വെച്ച് വെച്ചിരിക്കുകയാണ്. തൊറാകട്ടെ ദൈവമേ. ലീക്ക് ആവണതുകൊണ്ട് വെള്ളം കളഞ്ഞോണ്ടിരിക്കണ്. തെറിപ്പില്ലേ? പൈപ്പ് ഇവിടെ നാടടാ. എന്താ ഇത്രയും സ്പീഡാണത്? അത്രയല്ലേ ഉള്ളു. അപ്പൊ ഒരുവിധം സക്സസ് ആയി. അത് കുഴപ്പമില്ല. എത്തിരി പോലല്ലേ പോകുന്നുള്ളു. പൂക്കുറ്റി മാറി കിട്ടിയല്ലോ. എന്നാലും സ്പീഡ് കുറഞ്ഞിട്ടുണ്ട്. 100 ഗ്രാം അത്രേ ഉള്ളൂ. ഇച്ചിരി പോലെ അവിടെ എത്തി നനയും. അത്രയല്ലേ ഉള്ളൂ. അത് കുഴപ്പമില്ല. അത് ഓണം കഴിഞ്ഞപ്പോഴാണ് ഓണപ്പില്ല് പിടിച്ചു കയറുന്നത്. മതി. വാ, എന്തായാലും ഒരുവിധം ഒട്ടിയിട്ടുണ്ട്. ഓണാക്കിയാലും കുഴപ്പമില്ല. നല്ല സ്പീഡിനിട്ടാലാ. ഫുൾ സ്പീഡിന് ഓണാക്കിയിട്ടാണ്. ഓഫ് ചെയ്തല്ലേ ഇട്ടേണത്. മാൻഫിൽ വന്ന് ഫുഡ് കഴിക്കായിരിക്കും. ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു. കിട്ടുമോ? കിട്ടിയാലോ ഊട്ടിയില്ലേ ചട്ടി കിട്ടുമെന്ന് 4 മണി കണ്ടായല്ലേ. 3 അല്ലേ നമുക്ക് ബിരിയാണി കിട്ടി. നമ്മൾ 2 ബിരിയാണി പറഞ്ഞു. ഞാൻ സോമിച്ചൊന്ന് ഷെയർ ചെയ്യാന്ന് പറഞ്ഞു. എനിക്ക് 1 മൊത്തം കഴിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഒരെണ്ണം ഷെയർ ചെയ്ത് നമ്മൾ കഴിക്കും. വീട്ടിൽ നിന്നെല്ലാം കഴിപ്പിച്ച് നമ്മൾ തിരിച്ച് നേരെ നമ്മളെ വീട്ടിലോട്ട് പോവുകയാണ്. പിള്ളേർ സെയിം പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ അച്ചിക്ക പോയി നേരെ കീച്ചേരി മാറ്റിച്ച് നേരെ വീട്ടിൽ പോയത്. വേറെ പരിപാടി രാവിലെ ഇറങ്ങിയതാണ്. അപ്പേരെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് വെച്ചിട്ട് അതൊന്നും നടന്നില്ല. പക്ഷെ നമ്മൾ പോകണം വീട്ടിലിരുന്ന്. ചേച്ചിയുടെ പോയിട്ട് ലേറ്റ് ആയി. അതുകൊണ്ട് ഇനി അതൊന്നും നടന്നില്ല. ഇനി നേരെ കീച്ചേമാകുക, വീട്ടിൽ പോവുക. ഓക്കെ, ബൈ.